സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ വാക്ക് പാലിച്ച് പഞ്ചായത്ത് അംഗം ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കലാണ് വോട്ടർക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചത്. വോട്ടുകൾ ചോദിച്ച് വീടുകൾ കയറുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയായ സാന്റോച്ചൻ അരയ്ക്ക് താഴേക്ക് തളർന്നുപോയ യുവാവിനെ കണ്ടത്. ജയിച്ചാലും തോറ്റാലും തെരഞ്ഞെടുപ്പിന് ശേഷം വീൽചെയറുമായി എത്തുമെന്ന് അന്ന് നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡ് സ്ഥാനാർത്ഥിയായി UDFിൽ നിന്നും മത്സരിച്ചു വിജയിച്ച സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കലാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ തന്റെ വാക്ക് പാലിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾ കയറുന്നതിനിടയിലാണ് അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന 32 വയസ്സുള്ള രാജേഷ് കുമാറിനെ കാണുവാൻ ഇടയായത്. ജന്മന അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന രാജേഷ് ഒരു വീൽചെയർ സഹായമായി ചോദിച്ചു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉടനെ വീൽചെയർ എത്തിച്ചു നൽകുവാൻ സാധിച്ചില്ല. തുടർന്ന് രാജേഷിന് വാക്ക് നൽകി ജയിച്ചാലും തോറ്റാലും വീൽചെയറുമായി മടങ്ങിയെത്തുമെന്ന് പ്രവർത്തകരോടൊപ്പം വീൽചെയർ വീട്ടിൽ എത്തിച്ചു നൽകി. ശരീരത്തിന് അംഗവൈകല്യം ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ 32 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്വന്തമായി സഞ്ചരിക്കുന്നതിനോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനോ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ ഏറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ഇഷ്ടമായി എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് സൈക്കിള് ലഭിക്കണം, അദ്ദേഹത്തിന് പുറത്തിറങ്ങി മറ്റുള്ളവരെ കാണുവാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്നായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്, ജയിച്ചാലും തോറ്റാലും തീർച്ചയായും ഞാൻ ആ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുമെന്ന്. ഇന്നെനിക്ക് ആ വാഗ്ദാനം എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അത് നിറവേറ്റാൻ സാധിച്ചു. ഇതൊരു ചെറിയ ജീവകാരുണ്യ പ്രവർത്തനം മാത്രമായി ഞാൻ കണക്കാക്കുന്നു. എന്നാൽ കാരുണ്യത്തിന്റെ ചേർത്ത് പിടിക്കലിനൊപ്പം സ്വന്തമായി ലോട്ടറി വിൽപ്പനയ്ക്കുള്ള സഹായവും ചെയ്തു നൽകാമെന്ന് രാജേഷിന് ഉറപ്പ് നൽകിയ ശേഷമാണ് സാന്റോച്ചൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.